The past few days have been very painful and they have forced all of us to pause and reflect. കുറച്ച് നാളായിട്ട് നമ്മളെല്ലാവരും വേദനയിലാണ് ബിക്കോസ് ഓഫ് ദ ന്യൂസ് വാട്ട്സ് ഹാപ്പനിങ് ആൻഡ് അത് നമ്മളെല്ലാവരെയും ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. We have witnessed the strength, unity and determination of the young people of our country. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രെങ്ത്, ശക്തി, യൂണിറ്റി, ഒരുമ ആൻഡ് ദ ഡിറ്റർമിനേഷൻ, അതായത് ഇത് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഫ് ഹൂ, നമ്മുടെ യങ് ജനറേഷൻ, ദ യൂത്ത് ഓഫ് our country. I saw heartbreaking images and videos. ഇതാണ് ഞാൻ കണ്ടത്. I saw heartbreaking images and videos of clashes in which students and officers were getting hurt. That changed something in me. ഞാൻ കാണുന്ന ഇമേജസിൽ സ്റ്റുഡൻസ്, പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഹേർട്ട് ആവുന്ന വീഡിയോസ് ആണ് ഞാൻ കണ്ടത് ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ്. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. എന്താണ് ഞാൻ ചിന്തിച്ചത്? All I could think was, please don't get hurt. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ? Please stay safe. If your life is in danger, go back home. No cause is worth losing your life over. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ? നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്.